എല്ലാവർക്കും നമസ്കാരം. ഇന്ന് 13 നവംബർ ബുധനാഴ്ച. ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യയുടെ ബെഞ്ച് മാർക്ക് ഇൻഡെക്സായ നിഫ്റ്റിയും സെൻസെക്സും കഴിഞ്ഞ ദിവസം ഡൗണിലേക്കായിരുന്നു ക്ലോസിങ്ങിലൂടെ വന്നത്. മാർക്കറ്റിൽ പോസിറ്റിവിറ്റി കണ്ടതിന് ശേഷമാണ് സ്റ്റോക്കുകൾ ഡൗണിലോട്ട് വന്നത്. നിഫ്റ്റി 257 പോയിൻറ്റ് ഡൗണായി 23,840 സെൻസെക്സ് 820 പോയിൻറ്റ് ഡൗണായി 78,675 ക്ലോസ് ചെയ്തത്. ഇന്നലെ കണ്ട വീക്ക്നെസ് US സ്റ്റോക്സ്, ഏഷ്യൻ, യൂറോപ്യൻ സ്റ്റോക്കുകളെല്ലാം തന്നെ പ്രകടമായിരുന്നു. US മോണിറ്ററി കണ്ടീഷൻസിനോടുള്ള ഒരു ആശങ്കയാണ് ഇതിൽ കാണാൻ സാധിച്ചത്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് സെല് ചെയ്തത് ഇന്നലെ 3,024 കോടിക്കാണ്. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് 1,854 കോടിക്ക് സ്റ്റോക്ക് ബൈ ചെയ്യുകയാണ് ഉണ്ടായത്. US സ്റ്റോക്കുകളും ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. S&P 500ഉം നാസ്ഡാക്കും ഡോ ജോൺസും ഇന്നലെ ഫ്ലാറ്റ് ആയിരുന്നു. ബ്രന്റ് ക്രൂഡ് 0.5% ഉയർന്ന് $72.21 പെർ ബാരലിലും ഗോൾഡ് 0.71% താഴ്ന്ന് $2,600 പെർ ഔൺസിലുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ത്യൻ റുപ്പി ഫ്ലാറ്റായി 84.39 രൂപ പെർ ഡോളറിലാണ് ട്രേഡ് ചെയ്യുന്നത്. ഇന്ന് പ്രധാനമായും റിസൾട്ട് വരാനുള്ള കമ്പനികൾ ആസ്ട്രാസെനക്ക, സെഞ്ചുറി പ്ലൈവുഡ്സ്, ദീപക് നൈട്രേറ്റ്, ഡ്രഡ്ജിംഗ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ, ഗാർഡൻ റീച്ച് ഷിപ്പ് ബിൽഡേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ്, ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ്, HCG, ISCGC, കല്യാൺ ജ്വല്ലേഴ്സ് ഇന്ത്യ, പിട്ടി എഞ്ചിനീയറിംഗ്, PI ഇൻഡസ്ട്രീസ്, പ്രിസം ജോൺസൺ, ശില്പ മെഡിക്കെയർ, തെർമാക്സ്, തോമസ് കുക്ക്, യൂണിക്കം ലാബോറട്ടറീസ്, VRL ലോജിസ്റ്റിക്സ് എന്നിവയാണ്. റിസൾട്ട് വന്നതിൽ പ്രധാനപ്പെട്ട മികച്ച റിസൾട്ട് വന്നിരിക്കുന്നത് കിർലോസ്കർ ഓയിൽ എഞ്ചിൻസ് ആണ്. റവന്യൂ 14.94% ഉയർന്ന 1,500 കോടിയാണ്. EBITDA 45.4% ഉയർന്ന് 293 കോടിയാണ്. കഴിഞ്ഞ തവണ 202 കോടിയായിരുന്നു. EBITDA മാർജിൻ 405 ബേസ് പോയിൻറ്റ്സ് ഉയർന്ന് 19.53%. കഴിഞ്ഞ തവണ 15.47%. നെറ്റ് പ്രോഫിറ്റ് 60% ഉയർന്ന് 125 കോടിയാണ്. കഴിഞ്ഞ തവണ 78 കോടിയായിരുന്നു. EBITDA മാർജിൻ്റെ പോസിറ്റിവിറ്റി, നെറ്റ് പ്രോഫിറ്റുള്ള പോസിറ്റിവിറ്റി ഇനി സ്റ്റോക്ക് പ്രൈസ് കയറാൻ കാരണമായേക്കാം. മറ്റൊന്ന് BSE ആണ്. BSEയുടെ റവന്യൂ 22.69% ഉയർന്ന് 746 കോടിയാണ്. എസ്റ്റിമേറ്റ് 718 കോടിയായിരുന്നു. EBITDA 36.97% ഉയർന്ന് 389 കോടിയാണ്. എസ്റ്റിമേറ്റ് 379 കോടിയായിരുന്നു. EBITDA മാർജിൻ പക്ഷേ എസ്റ്റിമേറ്റിനൊപ്പം എത്തിയിട്ടില്ല. 543 ബേസ് പോയിൻറ്റ്സ് ഉയർന്ന് 52.14%. അതേസമയം എസ്റ്റിമേറ്റ് 52.8 ആയിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 31.6% ഉയർന്ന് 346 കോടിയാണ്. എസ്റ്റിമേറ്റ് 298 കോടിയായിരുന്നു. നെറ്റ് മാർജിനിലെ എസ്റ്റിമേഷൻ ബീറ്റ് ചെയ്യാത്ത ഒഴിച്ചാൽ ബാക്കി എല്ലാത്തിലും എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തിട്ടുണ്ട് കാണാം. നെറ്റ് മാർജിനും അപ്പ് ആണ്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഒരു പോസിറ്റിവിറ്റി നമുക്ക് പ്രതീക്ഷിക്കാം. മറ്റൊന്ന് മെഡിപ്ലസ് ഹെൽത്ത് എന്ന കമ്പനിയാണ്. മെഡിപ്ലസ് ഹെൽത്തിൻ്റെ റവന്യൂ 11.93% ഉയർന്ന് 1,576 കോടിയാണ്. എസ്റ്റിമേറ്റ് 1,593 കോടിയായിരുന്നു. EBITDA 47.61% ഉയർന്ന് 124 കോടിയാണ്. അതേസമയം എസ്റ്റിമേറ്റ് 115 കോടിയായിരുന്നു. EBITDA മാർജിൻ 190 ബേസിസ് പോയിൻറ്റ്സ് ഉയർന്ന് 7.86% ഉയർന്നിരിക്കുന്നു. അതേസമയം എസ്റ്റിമേറ്റ് 7.2% നെറ്റ് പ്രോഫിറ്റ് 178.57% ഉയർന്ന് 39 കോടിയാണ്. കഴിഞ്ഞ തവണ 14 കോടിയായിരുന്നു. എസ്റ്റിമേറ്റ് 27 കോടിയായിരുന്നു. അതുകൊണ്ട് മാർക്കറ്റിൽ ഈ കമ്പനിക്കും, അതായത് മെഡ്പ്ലസ് ഹെൽത്ത് എന്ന കമ്പനിക്കും ഒരു പോസിറ്റിവിറ്റി പ്രതീക്ഷിക്കാം. ഇതുകൂടാതെ അയൺ എക്സ്ചേഞ്ച് പോസിറ്റീവ് റിസൾട്ടാണെന്ന് കാണാം. 3M ഇന്ത്യ ഫ്ലാറ്റ് ടു നെഗറ്റീവ് റിസൾട്ടാണ്. സെല്ലോ വേൾഡ് ഫ്ലാറ്റ് റിസൾട്ടാണ്. അതുപോലെ EH ഹോട്ടൽസ് എസ്റ്റിമേറ്റിനെ ബീറ്റ് ചെയ്തിട്ട് റിസൾട്ടാണ്. റവന്യൂ 10% ഉയർന്ന് 589 കോടി. എസ്റ്റിമേറ്റ് 509 കോടിയായിരുന്നു. EBITDA 21.52% ഉയർന്ന് 175 കോടിയാണ്. മാർജിൻ 259 ബേസ് പോയിൻറ്റ്സ് ഉയർന്ന് 29.71 കോടിയാണ്. എസ്റ്റിമേറ്റ് 26.4% നെറ്റ് പ്രോഫിറ്റ് 41.48% ഉയർന്ന് 133 കോടിയാണ്. കഴിഞ്ഞ തവണ 94 കോടിയായിരുന്നു. അപ്പോൾ EH ഹോട്ടൽസും ഇന്ന് പോസിറ്റിവിറ്റി കാണിക്കാം മാർക്കറ്റിൽ. ഈ പോസിറ്റിവിറ്റി കാണിക്കൽ മാർക്കറ്റ് സപ്പോർട്ട് ചെയ്യുന്നതിനെയും കൂടെ ബന്ധപ്പെട്ടാണുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്രയും പോസിറ്റീവ് റിസൾട്ട് തന്നാൽ പോലും മാർക്കറ്റ് വളരെ നെഗറ്റീവ് ആണെങ്കിൽ ചിലപ്പോൾ സ്റ്റോക്കിൻ്റെ വില കൂടിക്കൊള്ളുന്നില്ല. പക്ഷേ അത് മാർക്കറ്റ് സ്റ്റെബിലൈസ് ചെയ്യുമ്പോൾ ഈ റിസൾട്ടിനനുബന്ധിച്ചുള്ള വിലക്കയറ്റം ആ സ്റ്റോക്കിൽ കാണാവുന്നതാണ്. അടുത്തായി ന്യൂസിലുള്ള പ്രധാനപ്പെട്ട സ്റ്റോക്കുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ആദ്യമായി ഓറോബിന്ദ ഫാർമ ഒരു ഗുഡ് മാനുഫാക്ചറിംഗ് പ്രാക്ടീസ് സർട്ടിഫിക്കറ്റ് യൂറോപ്യൻ മെഡിസിൻസ് ഏജൻസി ലഭിച്ചിട്ടുണ്ട്. ഹൈദരാബാദിലുള്ള ബയോസിമിലർ മാനുഫാക്ചറിംഗ് യൂണിറ്റിലാണ് ഇത് ലഭിച്ചിരിക്കുന്നത്. അടുത്ത വരുൺ ബിവറേജസ് ആണ്. വരുൺ ബിവറേജസ് SBC ടാൻസാനിയ എന്ന കമ്പനിയെയും SBC ബിവറേജസ് ഗാന എന്ന കമ്പനിയെയും ഏകദേശം 1,500 കോടിയുടെ ഒരു ഡീലിലൂടെ അക്വയർ ചെയ്തിട്ടുണ്ട്. ഇതുകൂടാതെ ലൂണാർ മെക്ടെക് എന്ന കമ്പനിയെ 200 കോടിക്ക് അക്വയർ ചെയ്തിട്ടുണ്ട്. അടുത്ത ടാറ്റ കെമിക്കൽസ് ആണ്. ടാറ്റ കെമിക്കൽസിൻ്റെ യൂറോപ്പ് ബേസ്ഡ് 655 കോടിയുടെ സോഡിയം ബൈകാർബണേറ്റ് പ്ലാന്റ് UK സ്റ്റാർട്ട് ചെയ്യാനുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട്.
അടുത്ത അൾട്രാടെക് സിമെൻ്റാണ്. അൾട്രാടെക് സിമെൻ്റ് 3000 കോടി ബോണ്ട് വഴി പ്രൈവറ്റ് പ്ലേസ്മെൻറ്റിലൂടെ നവംബർ 15 റേസ് ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അടുത്തത് IPO ഡീറ്റെയിൽസ് ആണ്. അതിൽ ലിസ്റ്റിംഗ് ഡേ എന്നുള്ളത് സ്വിഗ്ഗിയും ACME സോളാർ ഹോൾഡിങ്സുമാണ്. രണ്ടിനും വളരെ വലിയ സബ്സ്ക്രിപ്ഷനൊന്നും ലഭിച്ചിട്ടില്ല. സ്വിഗ്ഗിക്ക് 3.59 ടൈംസ് സബ്സ്ക്രിപ്ഷനും ACME സോളാറിന് 2.75 ടൈംസ് ഫൈനൽ ഡേ സബ്സ്ക്രിപ്ഷനുമാണ് ഉള്ളത്. ഇതിൽ തന്നെ രണ്ടിനും സ്വിഗ്ഗിക്കും ACME സോളാറിനും ഗ്രേ മാർക്കറ്റ് പ്രീമിയം തീരെ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇന്നലത്തെ സജിലിറ്റിയിൽ കണ്ട പോലുള്ള ചെറിയൊരു പോസിറ്റിവിറ്റിയോ അല്ലെങ്കിൽ നെഗറ്റീവ് ഓപ്പണിങ്ങോ ആണ് നമുക്ക് പ്രതീക്ഷിക്കാവുന്നത്. വലിയൊരു ലിസ്റ്റിംഗ് ഗെയിൻ എക്സ്പെക്റ്റ് ചെയ്യുന്നില്ല. അടുത്ത ഇന്ന് ഓഫറിങ്ങിന് വരുന്ന സിങ്ക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് ആണ്. സിങ്ക ലോജിസ്റ്റിക് സൊല്യൂഷൻസ് 259 to 273 പെർ ഷെയർ എന്ന പ്രൈസ് ബാൻഡിലാണ് വരുന്നത്. 1114 കോടിയുടെ IPO ആണ്. ഇതിൽ 550 കോടി ഫ്രഷ് ഇഷ്യൂവും ബാക്കി ഓഫർ ഫോർ സെയിലുമാണ്. അടുത്ത ഫ്യൂച്ചേഴ്സ് ആൻഡ് ഓപ്ഷൻസ് നോക്കുമ്പോൾ നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 1.22% ഡൗൺ ആയി 23,931 എന്ന റേറ്റിലാണ് ട്രേഡ് ചെയ്യുന്നത്. പ്രീമിയം 48 പോയിൻ്റാണ്. നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് 4.8% അപ്പാണ്. ബാങ്ക് നിഫ്റ്റി നവംബർ ഫ്യൂച്ചേഴ്സ് 1.42% ഡൗൺ ആയി 51,334 എന്ന റേറ്റിലാണ്. പ്രീമിയം 177 പോയിൻ്റാണ്. നിഫ്റ്റി ബാങ്ക് നവംബർ ഫ്യൂച്ചേഴ്സ് ഓപ്പൺ ഇൻട്രസ്റ്റ് 16% അപ്പാണ്. നവംബർ 14 എക്സ്പയർ ചെയ്ത നിഫ്റ്റി ഓപ്ഷൻസിന് മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 26,900, മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 22,250. ബാങ്ക് നിഫ്റ്റി ഓപ്ഷൻസ് 13 എക്സ്പയർ ഉള്ളതിൽ മാക്സിമം കോൾ ഓപ്പൺ ഇൻട്രസ്റ്റ് 53,000, മാക്സിമം പുട്ട് ഓപ്പൺ ഇൻട്രസ്റ്റ് 49,000 ആണ്. എല്ലാവർക്കും നല്ലൊരു ട്രേഡിംഗ് ദിവസം ആശംസിക്കുന്നു.